ചില സ്ഥലത്തൊക്കെ ഈ പേരൻസ് അല്ലെങ്കിൽ ഇൻലോസ് പറയുന്നത് കേട്ട് മാത്രം അവരുടെ മക്കളെ ട്രീറ്റ് ചെയ്യുന്ന ചില കുടുംബങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ മക്കളെന്ന് പറയുന്നവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ പേരൻസുമായിട്ടും ഇൻലോസും ഒക്കെ ആയിട്ട് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ കൂടുതലും ഈ മക്കളുടെ ഭാഗത്ത് ന്യായമുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒരുപാട് പേരൻസിൻ്റെ അല്ലെങ്കിൽ ഇൻലോസിൻ്റെ പ്രോബ്ലം കൊണ്ട് മാറി താമസിക്കേണ്ടി വരുന്ന അങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ ഈ വില്ലന്മാരായിട്ട് വരുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് ഈ പേരൻസും ഇൻലോസും പറയുന്നത് മാത്രം കേട്ട് അവരെ എന്നും വിളിച്ച് ഈ എരുതിയിൽ എണ്ണ കോരി ഒഴിച്ചു കൊടുക്കുന്ന കുറച്ച് ആൾക്കാർ കാണും. ബന്ധുക്കളായിക്കോട്ടെ, കുടുംബക്കാരായിക്കോട്ടെ, അയൽക്കാരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. എന്നിട്ട് ഈ മക്കൾ അല്ലെങ്കിൽ ഈ കൊച്ചുമക്കൾ ഇവരെയൊക്കെ ഒറ്റപ്പെടുത്തി അങ്ങ് നിർത്തും. അവരുമായിട്ട് ഒരു ആൾക്കാർക്കും ഒരു കോണ്ടാക്റ്റും ഇല്ല, ഒന്നുമില്ല. എല്ലാ ആൾക്കാരും കോണ്ടാക്ട് ചെയ്യുന്നതും സംസാരിക്കുന്നതൊക്കെ ഈ ഇൻലോസിനെയും പാരൻസിനെയും ഒക്കെ ആയിരിക്കും. അപ്പം ഇതിനോടകം തന്നെ ഈ ഇൻലോസ് ആയിക്കോട്ടെ, പാരൻസ് ആയിക്കോട്ടെ, ഒരുപാട് കുറ്റങ്ങളും അനാവശ്യങ്ങളും ഒക്കെ സ്വന്തം മക്കളെക്കുറിച്ചായിക്കോട്ടെ, മരുമക്കളെക്കുറിച്ചായിക്കോട്ടെ ഈ ആൾക്കാരോടെല്ലാം പറഞ്ഞ് പരത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചില ആളുകൾ എന്നിട്ട് വിളിച്ച് ഇവരോട് പറയും, ഓ നിങ്ങളുടെ പാരൻസിന് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവരെ പേടിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് മിണ്ടാത്തത് എന്ന് പറയും. അപ്പോൾ കണക്റ്റഡാണ്, ഇതൊക്കെ പലരും സംഭവിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിലൊക്കെ ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഡ് ആവുന്നത് അവിടെ ആ ഒരു സ്ത്രീ ആയിരിക്കും. അതായത് മകളായിക്കോട്ടെ അല്ലെങ്കിൽ മരുമകളായിക്കോട്ടെ, ആ ഒരു ഇതായിരിക്കും. കാരണം അത് എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്നത് ഈ പെൺകുട്ടികളായിരിക്കും. പെൺകുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ചിലപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടാണ് മോന് മാറ്റം വന്നത്, അല്ലെങ്കിൽ കല്യാണം കഴിപ്പിച്ച് വിട്ടപ്പോൾ തൊട്ടാണ് ഇവളെങ്ങനെ ആയത്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അവൾക്ക് കേൾക്കേണ്ടി വരും. അല്ലാതെ അവളോട് എങ്ങനെ പെരുമാറി, അവൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയി, ഇതൊന്നും ഒരാളും ചിന്തിക്കത്ത് കൂടിയില്ല. ചിലപ്പോൾ അവൾക്ക് അവളുടെ ഹസ്ബൻഡ് പോലും സപ്പോർട്ട് ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ ഈ ചൊറിയുന്ന ആൾക്കാർക്ക് ഒന്നും കൂടി ഒരു പോയിന്റ് കൂടി കിട്ടിയതുപോലെയാണ്. കണ്ടോ, അവളുടെ കെട്ടിയും പോലും അവളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അവളുടെ സ്വഭാവം എന്തായിരിക്കും എന്നാവും പിന്നെ. അപ്പം ഇങ്ങനെ ഇതെല്ലാം കൂടി ആ ഒരു പെണ്ണിൻ്റെ തല തിന്ന് അത് അവസാനം എന്തെങ്കിലും സൂയിസൈഡ് പോയിന്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അവസ്ഥയിൽ എത്തിക്കുന്നതോളം വരെ ഇവർക്കൊന്നും സ്വസ്ഥത കാണത്തില്ല. അപ്പോൾ ഈ വീടെടുത്ത് മാറുന്ന ഓപ്ഷൻ പലരും പറയും. ഈ വീടെടുത്ത് മാറുന്നതിൽ എപ്പോഴും ഒരു മീനിങ് ഉണ്ടായിരിക്കണം എന്നില്ല. വീടെടുത്ത് മാറിയാലോ അല്ലെങ്കിൽ എന്തോരം ദൂരെ പോയി താമസിച്ചെന്ന് പറഞ്ഞാലും ഒരു സ്വസ്ഥതയും കൊടുക്കാത്ത ആൾക്കാരുണ്ടായിരിക്കും. എവിടെ ചെന്നാലും സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നില്ലാത്ത കുറച്ച് സ്ത്രീ ജനങ്ങളുണ്ടായിരിക്കും. കാര്യം അവർ 90s കിഡ്സ് ആയിരിക്കും, 80s ഒക്കെ ആയിരിക്കും. പക്ഷേ അവരുടെ അനുഭവങ്ങൾ ഭയങ്കരമാണ്. എവിടെ ചെന്നാലും സ്വസ്ഥയും സമാധാനം ഇല്ലാത്തൊരു ലൈഫ്. എല്ലാവരും ഒറ്റപ്പെടുത്തി ഇങ്ങനെ അവരൊരു വഴിയായിട്ടുണ്ടാവും അവരുടെ മെൻ്റൽ സിറ്റുവേഷനൊക്കെ.